വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. നാണം കെടുത്തുന്ന കഥകളല്ലേ പുറത്തു വരുന്നത്? എന്ത് നാണം കെടാൻ? നിങ്ങളുടെ പൊളിറ്റിക്കൽ അജണ്ടയുണ്ടല്ലോ, നിങ്ങളുടെ തേർഡ് ക്ലാസ് ഡ്രാമയുണ്ടല്ലോ, അതൊക്കെ 8 നിലയിൽ പൊട്ടിപ്പോകുന്നത് കണ്ടു നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഇനി എന്താണ് സമൂഹത്തോട് വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നത്? കിട്ടുന്ന വേദികളിലൊക്കെ കയറിയിട്ട് തട്ടിക്കേറി നിങ്ങൾ പ്രസംഗിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട ലവ് ജിഹാദ്. ആ ലവ് ജിഹാദ് നിങ്ങൾക്ക് നേർ തന്നെ വരുന്നത് ഞങ്ങൾ ഇരുന്ന് കാണുമ്പോൾ ഞങ്ങൾ ചിരിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ ഈ സമൂഹത്തിനെ പലതും പറഞ്ഞ് വഞ്ചിക്കുകയും പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും മുസ്ലിങ്ങളെയും ഇവിടെയുള്ള നല്ലവരായ ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തല്ലിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചകൾ സ്വന്തം കീശയിലാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളുടെ ആ പൊയ്മുഖം ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ്. പറഞ്ഞു വരുന്നത് BJP എന്നും തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അടക്കം ഇപ്പോൾ അടക്കം പറഞ്ഞു വരുന്ന ഒരു വലിയ കാര്യമുണ്ട്, ലവ് ജിഹാദ്. മുസ്ലിം പുരുഷന്മാർ, മുസ്ലിം യുവാക്കൾ അവർ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും നിർബന്ധിപ്പിച്ച് മതം മാറ്റിയിട്ട് പലയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ അവരുടെ മതപരമായിട്ടുള്ള അജണ്ടകളാണ് എന്നാണ് സംഘികളും സംഘികളുടെ നേതാക്കന്മാരും അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന അച്ചാരം വാങ്ങിയിട്ട് ജീവിക്കുന്ന മാധ്യമ ഡാഷുകളും വിളിച്ചുകൂവി പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അത്തരക്കാരോട് ചോദിക്കട്ടെ, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് സന്ദീപ് വാര്യരുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സീരിയൽ ആക്ടറായിട്ടുള്ള വിവേക് മോഹന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള കഥകൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്നില്ലേ? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സന്ദീപ് വാര്യർ കല്യാണം കഴിച്ചിട്ടുള്ളത് ഒരു ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ ജീവിച്ചിരുന്ന ഒരു യുവതിയെയല്ലേ? ആ യുവതി പിന്നീട് മതം മാറി എന്ന് കേൾക്കുന്നു. സത്യം അറിയില്ല, അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുള്ളത്. അപ്പോ അതൊന്നും ഞങ്ങൾ ഇടപെടാൻ ആഗ്രഹിക്കാത്ത മേഖലയാണ്. കാരണം അതൊക്കെ അവരുടെ അവകാശങ്ങളാണ്, സ്വാതന്ത്ര്യമാണ്. ഇന്ത്യ രാജ്യത്ത് അതിനുള്ള അവകാശം സന്ദീപ് വാര്യറിനുമുണ്ട്, ആ കല്യാണം കഴിഞ്ഞു പോയിട്ടുള്ള എൻ്റെ സഹോദരിക്കുമുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഇത്തരത്തിൽ നേതാക്കന്മാർ തന്നെ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മുസ്ലിം യുവാക്കൾ മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? മതപരമായിട്ട് മുസ്ലിങ്ങൾക്ക് അത് ശരിയല്ല എന്നുള്ള വശം മറ്റൊരിടത്ത്. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള കല്യാണങ്ങൾ അംഗീകരിച്ച് ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ കൊടുക്കുമ്പോൾ അത് ശരിയല്ല എന്നും അത് ഒരു മതം വളർത്താനുള്ള നീക്കമാണെന്നും പറഞ്ഞ് വലിയ വായിൽ വർത്തമാനം പറയുന്ന സംഘിക്കീടങ്ങൾക്ക് ഇതിനൊക്കെ എന്ത് മറുപടിയാണുള്ളത്? ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യ വ്യവസ്ഥകളെ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ ചെയ്തതിലൊന്നും തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ സന്ദീപ് വാര്യരുടെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം മതം മാറിയിട്ടുണ്ടാവുക. പക്ഷേ ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്തു കഴിഞ്ഞാൽ അത് തീവ്രവാദമാണെന്നും ഭീകരവാദമാണെന്നും പറഞ്ഞു വരുത്താൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്, വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്നത്, ഇതൊക്കെ ഇവരുടെ പൊളിറ്റിക്കൽ ഡ്രാമ, പൊളിറ്റിക്കൽ അജണ്ട മാത്രമാണ്. കാരണം ഇവർ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെയാണ് ഇവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നുള്ളത്. ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഈ രീതിയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് വലിയ എന്തോ പുണ്യകർമ്മമാണ്. എന്നാൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു മുസ്ലിമും ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയോ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് ലവ് ജിഹാദിന്റെ പരിധിയിലും അത് തീവ്രവാദത്തിന്റെ പരിധിയിലും വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. രാജ്യത്ത് കുറ്റവാളികളുണ്ട് എന്ന് കരുതി രാജ്യം മൊത്തം കുറ്റവാളികളുടെ കേന്ദ്രമായി മാറുകയില്ല. മറിച്ച് രാജ്യത്ത് എവിടെയെങ്കിലും കുറച്ച് കുറ്റവാളികൾ ഉണ്ട് എങ്കിൽ അവരെയാണ് വേട്ടയാടി പിടിക്കേണ്ടത്. അല്ലാതെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ മേലിലും നിങ്ങളൊക്കെ കുറ്റവാളികളാണ് എന്ന് മുദ്ര കുത്തുകയല്ല വേണ്ടത്. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ഏതെങ്കിലും മുസ്ലിം നാമധാരി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങളെ അല്ലെങ്കിൽ യുവതികളെ, സ്ത്രീകളെ വലയിലാക്കി കല്യാണം കഴിച്ചു കൊണ്ടുപോയി അത് വേറെ എന്തെങ്കിലും രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒരു മതവിഭാഗത്തിന്റെ പേരിൽ നിങ്ങൾ മുദ്ര കുത്തി ചാർത്തി വെക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ആർക്കും ആരെയും കല്യാണം കഴിക്കാം. ഇസ്ലാമിൽ, അതായത് മുസ്ലിങ്ങൾക്കിടയിൽ മതപരമായിട്ട് ഇത്തരം രീതികൾ തെറ്റ് തന്നെയാണ്. അത് അവരുടെ മതപ്രകാരമായിട്ടുള്ള രീതികൾക്കെതിരെയാണ്. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ ഇന്ത്യ രാജ്യത്ത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പോലും അവർ
ഒരു വിഭാഗത്തിനെ മാത്രം വേട്ടയാടുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും അതൊക്കെ ശരിയാണ് എന്നുള്ളതാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.